ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നാടോടി വ്ളോഗ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. ഞാനും കുട്ടും കൂടി ഇവിടുന്ന് ജർമ്മനിലോട്ട് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വന്ന. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റാണ് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത്. ഇപ്പോൾ കുട്ടുമുണ്ട്. ബോർഡിംഗ് പാസ് 2 കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം 8 മണിക്ക് ആണ് ബോർഡിങ് സ്റ്റാർട്ടാവുന്നത്. ഏതാണ് ഐസ്ലാൻഡ്? ഇതാണ് ഐസ്ലാൻഡ്. ഇത് ഹലോ, ആള് ഭയങ്കര ബിസിയാണ്. ഇറങ്ങാം. ഇനിയിപ്പോൾ അവിടെ പോയി കുത്തിരിക്കാം. ഓക്കെ. 8 മണി തന്നെ 8 മണിക്ക് ബിസിനസ് ക്ലാസ് പോയിട്ട് ക്രിസ്മസ് പാപ്പയോ? ബിസിനസ് ക്ലാസ്. എനിക്ക് 8 മണിക്ക് ക്രിസ്മസ് പാപ്പ പോയിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. നീ എയർപോർട്ടിൽ വന്നിട്ട് കാപ്പി പിടിച്ചില്ലെന്ന് പറയല്ലോ. രണ്ടും കാലം C5 C6 ഇങ്ങോട്ട്. അതിനേക്കാൾ നല്ല കാപ്പി കുടിക്കാതിരിക്കുമായിരുന്നു തോന്നിയപ്പോൾ. അങ്ങനെ ആദ്യമായിട്ട് ഇനി ഫ്ലൈറ്റിൽ കയറാൻ പോകും. പേടി എന്നാ? എനിക്ക് ഞാനല്ല ഓടിക്കുന്നത്, പിന്നെ ഞാൻ തിരി പഠിക്കാൻ. ഞാൻ ഓടിക്കുന്നതായിരുന്നെങ്കിൽ പേടിക്കണമായിരുന്നു. ദൈവമേ, ഞാൻ എങ്ങനെ എടുത്തോണ്ട് പോകുന്നു ഓർത്തോണ്ട്. ഞാനല്ല ഓടിക്കുന്നത്, അതുകൊണ്ട് പേടിയൊന്നുമില്ല. എയർപോർട്ടിന് ഉള്ളിൽ കയറുന്നതിന് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകുന്നവർ പിന്നെ ആദ്യമായിട്ടല്ലേ എയർപോർട്ടിന് ഉള്ളിൽ കയറുന്നല്ലേ? പണിക്കാ? അത് ശരിയാ, പണിക്ക് വരാം. ഇപ്പോൾ 8 മണിക്ക് ഇനി ബോർഡിങ് തുടങ്ങത്തുള്ളൂ. ഇനി ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ കുറച്ച് നേരം കുത്തിരിക്കാം. ആര് ആര്? ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് എനിക്ക് അതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കണം. എവിടെ ചാരി ഇരിക്കും? എവിടെ ചാരി ഇരിക്കും? നീ അവിടെ ഇരുന്നോ? ഞാൻ അവിടെ ഇരിക്കും. എൻ്റെ പാസ്പോർട്ട് നീ എടുത്ത് കളഞ്ഞ? കാണുന്നില്ല, നേരത്തോട്ട് കയ്യിലുണ്ട്. എൻ്റെ ബാഗിലാ? അതിനകത്ത് ബുദ്ധിയുണ്ട്. എന്നെ ഇതിൽ കൊള്ളിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നീ മുറിച്ച് വെക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് മിക്കവാറും കൊണ്ടുപോയിട്ട് എന്നെ ജർമ്മനിക്ക് കൊണ്ടുപോയിട്ട് അവിടെ എന്തോ അച്ചാറിട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. പിന്നെ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കും. പീസ് ഷോക്കേസില്ല? ഷോക്കേസ് വെക്കണമെങ്കിൽ ഉണക്കണ്ടേ? ഇല്ല, ചെയ്യും. നമുക്ക് C5 അല്ലേ? C5 C6 അല്ല ബോർഡിങ്. എല്ലാ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ കരഞ്ഞോണ്ട് പോകാറുണ്ട്. ആര്? നീയാ? ഞാൻ ചിരിച്ചോ നോക്കണ്ടാണ്. നല്ല പ്രാവശ്യം നീ പോകുമ്പോൾ നിന്നെ വിട്ടിട്ട് ഞാൻ ചിരിക്കുമായിരുന്നു.
യോ യുരേക്കാന്നും പറഞ്ഞു. ഇല്ല, പോയിട്ട് കരയാറുണ്ട് എനിക്കറിയാം. അതെ അതെ, എന്തിനു കാര്യം പോയില്ലോ. അല്ലേ? അപ്പം പിന്നെ എത്തിനാവോ ഞാൻ അവിടെ എത്തുന്നവരെ ഇങ്ങനെ വർക്കൗട്ട്. അത് വെറുതെ ഇല്ലേ, നീ ചോദിക്കൂലേ നീ പോത്തൂനെ കടന്നുറങ്ങിയല്ലോ? എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? വെറുതെ കടം പറഞ്ഞു. എന്നോട് കാർത്തികട്ട പറഞ്ഞു. നിങ്ങൾ കാർത്തികട്ട പറഞ്ഞ? ഇല്ല, ഞങ്ങളെല്ലാം ഇരുട്ടത്തായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല. പിന്നെ ഞാൻ മുന്നേ കരഞ്ഞോണ്ട് പറഞ്ഞു. പിന്നെ അറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ മുന്നേ വന്നില്ലായിരുന്നോ ഒരു ദിവസം? മഴ വന്നില്ലേ, തിരിച്ചു മഴയത്ത് കരഞ്ഞോണ്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചാർലി ചാപ്ലിനെ പോലെ തോന്നല്ലേ. അങ്ങനെ ചാർലി ഞാൻ പോകുന്നതിന് അവൻ കരഞ്ഞു. ഇന്നലെ എന്നോട് പറഞ്ഞു അവരുടെ സ്വന്തക്കാർ പോലും ഇതുപോലെ എന്നെ കെയർ ചെയ്തിട്ടില്ല, ഫുഡ് കൊണ്ട് കൊടുത്തു. അങ്ങനെ സ്വന്തക്കാർ പോലും ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും. എന്നാലും കുറെ നാളത്തെ ആഗ്രഹമല്ലേ അവൻ്റെ, അതുകൊണ്ടൊരു സന്തോഷം. പക്ഷെ വീട്ടിൽ പോകുമ്പോൾ വിഷമമുണ്ട്. പോയി നോക്കാം. കാർത്തികട്ടെ അതല്ല എന്തായാലും ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. പോയിട്ട് വിളിക്കുകയും മറക്കണ്ടെന്ന് പറഞ്ഞു. പോയിട്ട് വിളിക്കുകയും മറക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അമ്മ കരഞ്ഞോണ്ടിന്ന് പാവം. അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഒത്തിരി പറഞ്ഞാൽ എനിക്കും കരച്ചില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കരഞ്ഞില്ല. ഞാൻ കൺട്രോൾ ചെയ്ത് നിന്നു. പിന്നെ അവിടെ കൂട്ടക്കരച്ചിലായാലോ. അമ്മ പറയും എല്ലാ പ്രാവശ്യം പോകുമ്പോൾ കരഞ്ഞിട്ട് ഈ പ്രാവശ്യം കരയാതെ. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പച്ചനോട് ഞാൻ എന്താ വെച്ചാൽ പറഞ്ഞു, എന്ത് പോണം. അപ്പച്ചൻ എന്താ പറഞ്ഞേ? ചേച്ചി എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല എന്നോട്. എന്നാ പറയാ, കൊറേ നാൾ മുമ്പ് ഒന്ന് പോടാന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേ ഇതുവരായിട്ട് പോടാ നടന്നില്ല. എന്തായാലും നാട്ടുകാർ പറഞ്ഞ ഇനി ആരും പറയത്തില്ലല്ലോ. പക്ഷെ നാട്ടുകാർക്കൊരു വലിയ നഷ്ടമാണ്. അപ്പൊ ആദ്യത്തെ ഫ്ലൈറ്റ് കയറാൻ പോവാ. അണ്ണാച്ചി ആദ്യത്തെ ഫ്ലൈറ്റ്. ആദ്യത്തെ ഫ്ലൈറ്റ് കയറാൻ പോവാ. ഇപ്പൊ അവരെന്റെ ഫോട്ടോ എടുക്കുന്നു തോന്നുന്നു. അവന്റെ ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്റെ ഫോട്ടോ എടുക്കുന്നു തോന്നുന്നു. അങ്ങനെ പാവം ദിവേഷ് കാരണം ഇച്ചന് വിൻഡോ സീറ്റ് കിട്ടിയിരിക്കുകയാണ്. അല്ല, ഒരെണ്ണം നമ്മൾ വിൻഡോ സീറ്റ് എടുത്തായിരുന്നു. എവിടെ വിൻഡോ സീറ്റ് ഇല്ലായിരുന്നല്ലേ? ഓക്കെ, അടുത്തടുത്ത് സീറ്റ് കിട്ടിയായിരുന്നു, വിൻഡോ സീറ്റ് കിട്ടിയില്ലായിരുന്നു. ദുബായിൽ നിന്ന് അങ്ങോട്ടേക്കുള്ളത് ഇത് ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം കിട്ടും, അല്ലെങ്കിൽ ചിലപ്പം കിട്ടൂല. അവിടെ പോയിട്ട് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നാൽ മതി. അല്ല പറഞ്ഞതാ, ഞാൻ പറഞ്ഞ ഫ്ലൈറ്റ് വരാതിരിക്കത്തൊന്നും. ഇപ്പത്തെ സിറ്റുവേഷന്റെ കാര്യം പറഞ്ഞു. വിനോഷേട്ടേക്ക് വിളിച്ചില്ല, വിനോഷേട്ടേക്ക് വിളിക്കണേ. അങ്ങനെ പാവം വീട്ടിൽ 5 പാവം വരണം എന്നുണ്ടായിരുന്നു. എല്ലാവർക്കും വരണം എന്നുണ്ട് ആഗ്രഹം. ഇന്ത്യൻ ആ ഓരോരുത്തരുടെ ഒരു സിറ്റുവേഷൻ ആണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് വണ്ടി കയറി ഇപ്പം പിന്നെയും കയറണമായിരുന്നു തിരിച്ച്. ഒന്നത്തിനാകുമ്പോ പുള്ളിനെ വിളിച്ചിട്ട് കിട്ടില്ല എനിക്ക്. ഞാൻ വിളിച്ചിട്ടേ ഇല്ല. അനീഷ്മാൻ ഇന്നലെ വന്നല്ലേ, അലീനയ്ക്ക് സുഖമില്ല. ഇല്ല വന്നേനെ. ഓക്കെ, ഞാൻ എന്നാ പിന്നെ വിനേശേട്ടനെ ഒന്ന് വിളിച്ചിട്ട് വിനേശേട്ടനെ വിളിച്ചിട്ടോട് പറയണോ? തങ്കച്ചേട്ടനോട് പറഞ്ഞില്ല, തങ്കച്ചേട്ടനോട് പറയണം. എല്ലാവരും ഒന്ന് വിളിച്ച് പറയട്ടെ. അപ്പം ആദ്യത്തെ നമ്മുടെ ഫ്ലൈറ്റ് യാത്ര ഇവിടെ തുടങ്ങുക. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്, ഫ്ലൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ആദ്യം എനിക്ക് ഫ്ലൈറ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചിറങ്ങി വരട്ടെ. പറഞ്ഞിരുന്നില്ല. ആയിക്കോട്ടെ. ആരിറക്കി വിടുന്നാണല്ലേ? ആരിറക്കി വിടുന്നു? ഞാൻ ഇറക്കും. എങ്ങനെ ഇറക്കും? ഞാൻ വണ്ടി ഓടിച്ചാൽ തിരിച്ചോടി.
ഞാൻ ആ ഫ്ലൈറ്റ് എടുത്താൽ നേരെ മംഗളൂരം പോകും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോരും അങ്ങനെ. അപ്പം എന്തായാലും പോവാ, പോയിട്ട് നോക്കട്ടെ. ഞാൻ അവിടെ പോയിട്ട് ഊമയായിട്ട് ഞാൻ അഭിനയിക്കും. സത്യം, എനിക്ക് ഒന്ന് കാണണം. സത്യമായിട്ട് ഞാൻ ഊമയായിട്ട് അഭിനയിക്കും. വേണമെന്ന് പറഞ്ഞിട്ട് തന്നെ അഭിനയിക്കും. കാണുന്നറിയാം. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ആദ്യത്തെ ക്ലാസ്സിൽ പോയപ്പോൾ എനിക്ക് അങ്ങനെ വലിയ കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞു. എനിക്ക് കുറച്ചൊരു ഇത് ഓക്കെ, എനിക്ക് ഈ സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യുന്നത് തന്നെ മനസ്സിലാവുന്നത്. സെൻറ്റൻസ് അവിടെ നിന്ന് പക്ഷെ രണ്ടാമത്തേലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏകദേശം ഒന്ന് സെറ്റായതായിരുന്നു, പഠിപ്പിച്ചത്ര. പക്ഷെ ഇപ്പൊ ഒന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചത് എല്ലാ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉണ്ടായിരുന്നു. അത് റെക്കോർഡ് ചെയ്ത് വെച്ചത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല, ഡിലീറ്റ് ചെയ്തു. നന്നായി. ലഡാക്ക് ട്രിപ്പ് പോയപ്പോഴത്തേനും സ്പേസ് ഇല്ലാതെ വന്നപ്പോഴത്തേനും ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്തു. ഇതിപ്പോ ഒന്നുമില്ല. Now we would like to invite our economy class customers seated group 2 to board the aircraft through gate number 7. പോവാ, വിളിക്കുന്നുണ്ട്, പോയാലോ? പോവാ. ആര് അവിടെ പോയിട്ട് വിളിക്കാന്ന്. ശ്രീകാന്തിന്റെ യൂട്യൂബിൽ കയറ്റിയേട്ടാ. അല്ല, ഫ്ലൈറ്റ് കയറാൻ പോകുന്നേ. ശ്രീകാന്തിന്റെ യൂട്യൂബിൽ കയറ്റിന്ന്. ഷിജാന്റെ യൂട്യൂബിൽ കയറ്റുന്നു. ശ്രീകാന്തിന്റെ യൂട്യൂബിൽ കയറ്റിന്ന്. ഭാവനെന്തേ? ശ്രീജാന്റി വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട്. Now we would like to invite our economy class customers seated group 2 to board. അപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റ് കയറാൻ പോകുന്നത്. ഫ്ലൈറ്റിൻ്റെ ഉള്ളു കാണാം കേട്ടോ, അത് എങ്ങനെയുണ്ടെന്ന്. എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ തിരിച്ചു വരും കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ തിരിച്ചു വരും. അടുത്ത ഫ്ലൈറ്റ് കയറും. അത് പറ്റില്ല, എനിക്ക് നല്ല പെയിൻ്റ് അടിച്ച്, നല്ല ചുമന്ന പെയിൻ്റ് അടിച്ച് വേണം. ടിക്കറ്റ് കൊടുക്കണ. നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ. ഫ്ലൈറ്റിൽ കയറി ഇനി സീറ്റ് അവിടെ ലാസ്റ്റുള്ള ഫ്രണ്ടിൽ. നമ്മുടെ സീറ്റ് നമ്പർ 49K അല്ലേ? 49K. എവിടെ എവിടെ എവിടെ? ഇതന്നല്ലേ ജെക്കെ? അതെ. എക്സ്ക്യൂസ് മീ, 49. It's okay. രാത്രി ആയതുകൊണ്ട് മിന്നാമിനുങ്ങളെ പോലെ കാണാം ലാൻഡിങ് ഒക്കെ.
സമയം 11:15. CK 0055 0055 കാണിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ദുബായിലെത്തി. ഇനിയിപ്പം ജർമ്മനിലോട്ടല്ലേ ഫ്ലൈറ്റ് രാവിലെ 8 മണിക്കാണ്. ഒരു 8 മണിക്കൂർ ഇവിടെ ലേ ഓവറുണ്ട്. 8-9 മണിക്കൂർ ഇവിടെ ലേ ഓവറുണ്ട്. എമിറേറ്റ്സിൻ്റെ ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നല്ലോ. ബ്രാൻഡിലാണ്. ബിസിനസ് ക്ലാസ് അല്ലേ? അപ്പോൾ അങ്ങനെ എത്തി. ഇവിടെ വിമാനം താഴെ പോയില്ല. ഞാനോർത്ത് ഞാൻ കയറി കൊണ്ട് കയറും താവട്ടായിരിക്കും പോകുന്നതാണ്. പോയില്ല എവിടെ. ബാഗേജ് കറക്റ്റ് ആണല്ലോ അല്ലേ? അങ്ങനെ പറഞ്ഞ് ജർമ്മനി എത്തി. അപ്പോൾ അങ്ങനെ വന്ന് റൂമിൽ കയറി വന്ന് റീച്ചായി. സാധനങ്ങളെല്ലാം അവിടെ തന്നെ നടപ്പുണ്ട്. വന്നിട്ട് പിന്നെ കാപ്പി പിടിച്ച് ഒന്ന് ഫ്രഷായി കയറി ഒറ്റ ഒരു ഉറക്കം. എന്തോ ഒരു സാധനം ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് തിന്നാൻ തന്ന. പിന്നെ ഉള്ള കൂട്ടുകാരി സിസ്റ്റർ എന്തൊക്കെയോ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട്. എന്നാൽ ചെറിയല്ലേ, ചെറിയുണ്ട്, മാങ്ങയുണ്ട്, പിന്നെ പഴം ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട്. തേങ്ങാപ്പാലും കൊണ്ടുവന്ന് വെച്ചോ? ആ ശരിയാ, ആണ് തേങ്ങാപ്പാലും ഇരിക്കും. അങ്ങനെ അപ്പം ഫൈനലി എത്തി. ഇനിയിപ്പം ഫ്രഷ് ആവുക, കയറി കിടന്നുറങ്ങുക. തിന്നില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മാതിരി ആയി. ഇന്നലെ ഇറങ്ങിയതല്ലേ, ഇന്നലെ രാവിലെ ഇറങ്ങിയതല്ലേ. ഓഹോ, അങ്ങനെ സാധനം പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല.
എന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, കുറേ ഉപ്പുണ്ടെന്ന് അറിയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ 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 ബൈ.